നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, വെസ്റ്റ് ഇൻഡീസ് അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ പോലും ഈ കളി ഇനി അവർക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. നമ്മുടെ ടീം അത്രമേൽ പിടിമുറുക്കി കഴിഞ്ഞു. ആദ്യ ടെസ്റ്റിനെ അപേക്ഷിച്ച് വെസ്റ്റ് ഇന്ത്യൻ ബാറ്റർമാർ കുറച്ചുകൂടി റെസിസ്റ്റൻസ് ഒക്കെ ഈ ഒരു കളിയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ടീമിൻ്റെ ക്വാളിറ്റിയോട് മുട്ടി നിൽക്കാനുള്ളൊരു ടീം ഇപ്പോൾ അവർക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം ഭരിച്ച ക്രിക്കറ്റിൻ്റെ രാജാക്കന്മാരായി വാഴ്ത്തപ്പെട്ട വിൻഡീസ് ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സഹതാപം അർഹിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ കളി നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്നപ്പോൾ എല്ലായിടത്തും വലിയ രൂപത്തിൽ പ്രൈസ് ചെയ്യപ്പെടുന്ന ഒന്ന് സായി സുദർശൻ്റെ ആ ക്യാച്ചാണ്. ആ ക്യാച്ചിനെ കുറിച്ച് പക്ഷേ എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമാണുള്ളത്. പിന്നെ ഗില്ലിൻ്റെ മനോഹരമായിട്ടുള്ള ഇന്നിങ്സ്, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പ്രൊമോഷൻ കിട്ടി ബാറ്റ് ചെയ്യാൻ വന്നു. അദ്ദേഹം ഒന്ന് പതറി തുടങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം നന്നായിട്ട് സ്കോർ ചെയ്തു. ജുറൽ നല്ല രൂപത്തിലൊരു ഇന്നിങ്സ് കളിച്ചു. അതുപോലെ രാവിലെ ജയ്സ്വാളിൻ്റെ റണ്ണൗട്ട്. വിൻഡീസിൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല രൂപത്തിൽ തുടക്കമിടാൻ ഓപ്പണർമാർ ശ്രമിച്ചു. പക്ഷേ അവരുടെ 20 റൺസിന് അപ്പുറത്തേക്കുള്ളൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ഓപ്പണർമാർ വീണ്ടും പരാജയപ്പെട്ടു. പിന്നീട് അഥനൈസിൻ്റെ ഇന്നിങ്സ്, അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോകുന്നു. അങ്ങനെ ചേസ് ഡെക്കായിട്ട് പോകുന്നു. അവർ ഒടുവിൽ 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അവിടെ രവീന്ദ്ര ജഡേജയുടെ മാജിക്ക്, 3 വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്തു. എന്തൊരു ക്രിക്കറ്ററാണ് അദ്ദേഹം. ലോകത്തെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന് വെറുതെ പറയുന്നതല്ല. ഏതായാലും ഇന്ത്യയുടെ ഓരോ കളി കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ പറയാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിലയിരുത്തലുകളും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ വിലയിരുത്തലുകളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ റിവ്യൂ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഇന്ന് സ്റ്റംസിൻ്റെ സമയത്തുള്ള സ്ഥിതിവിശേഷം, ഇന്ത്യ 518 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. വെസ്റ്റ് ഇൻഡീസ് 43 ഓവർ ബാറ്റ് ചെയ്തിട്ട് 140-4 എന്ന സ്ഥിതിയിലാണ്. അതായത് അവർ 378 റൺസ് പുറകിലാണ് ഇപ്പോഴും. ആദ്യ ഇന്നിങ്സ് സ്കോറിൻ്റെ, ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് സ്കോറിൻ്റെ 378 റൺസ് പുറകിലാണ് അവരുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒരു ശ്രമം വെസ്റ്റ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഗില്ല് തൻ്റെ 10ാമത്തെ സെഞ്ചുറി നേടി എന്ന് മാത്രമല്ല, ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ സെഞ്ചുറിയാണ്. ഇന്ത്യൻ നായകൻ എന്ന നിലയിൽ ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയവരുടെ ലിസ്റ്റിൽ അദ്ദേഹം സാക്ഷാൽ വിരാട് കോഹ്ലിക്കൊപ്പം 1ാം സ്ഥാനം പങ്കിടുകയാണ്. ഇന്ത്യ 518-5 എന്ന നിലയിലാണ് ഇന്ന് ഡിക്ലെയർ ചെയ്തത്. വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കളി രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ നടത്തിയെങ്കിലും അവർക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയാതെ പോയി. ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിലെ 2 ഇന്നിങ്സുകളിലും 50 ഓവറുകൾ തികക്കാൻ അവർ ബുദ്ധിമുട്ടിയെങ്കിൽ ഇന്നിപ്പോൾ 43 ഓവർ അവർ ബാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ അർത്ഥത്തിലാണ് പറഞ്ഞത് കുറച്ചുകൂടി റെസിസ്റ്റൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ 179 റൺസ് ഇനിയും വേണം അവർക്ക് ഫോളോ ഓണിൽ നിന്ന് രക്ഷപ്പെടാൻ. അതായിരിക്കും ഒരു പക്ഷേ അവരുടെ നാളത്തെ ലക്ഷ്യം. പക്ഷേ അതിനുപോലും സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും വലിയ നിരാശ ഉണ്ടാക്കുന്ന രീതിയിലാണ്. യശസ്വി ജയ്സ്വാൾ ഇന്നലെ അദ്ദേഹം നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തു. 173 റൺസിൽ നിന്നതാണ്. ഇന്ന് 2 റൺസ് കൂടി കൂട്ടിച്ചേർത്ത ശേഷം അദ്ദേഹം റണ്ണൗട്ടായി. അതും നേരെ ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ചിട്ടിട്ട് അദ്ദേഹം എന്തിനാണ് ഓടിയത് എന്നുള്ളതാണ്. അത് മിഡ് ഓഫിലേക്ക് നല്ല രൂപത്തിൽ ഹിറ്റ് ചെയ്ത് ബോൾ വളരെ വേഗത്തിൽ മിഡ് ഓഫ് ഫീൽഡറുടെ അടുത്തുമെത്തി. ഗില്ല് ഇമ്മീഡിയറ്റ്ലി ആ റണ്ണ് വേണ്ട എന്ന് പറഞ്ഞാണ്. എന്നിട്ടും അദ്ദേഹം മുന്നോട്ട് പോയി. ഒടുവിൽ തിരികെ ക്രീസിലേക്ക് എത്താൻ പോലും പറ്റാതെ അദ്ദേഹം റണ്ണൗട്ടായി പോയി. അദ്ദേഹത്തിൻ്റെ മാത്രം മിസ്റ്റേക്കാണത്. ഒരു ഡബിൾ സെഞ്ചുറി നമ്മൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് സംഭവിക്കാതെ പോയി. എന്നാൽ ഗില്ല് മനോഹരമായിട്ട് തന്നെ തൻ്റെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗില്ലിനോടൊപ്പം നിതീഷ് കുമാർ റെഡ്ഡിയാണ് എത്തിയത്. നിതീഷ് കുമാർ റെഡ്ഡിയെ പ്രൊമോട്ട് ചെയ്തതാണ്. കാരണം കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഗില്ല് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് കാം ആൻഡ് കളക്റ്റഡ് ആയിട്ട് തന്നെ കളിച്ചു പോയി. അതേസമയം മറുഭാഗത്ത്
റെഡ്ഡി തുടക്കത്തിൽ അത്ര മികച്ച രൂപത്തിലായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ആകെ 4 ഓവർ മാത്രം ഫസ്റ്റ് മാച്ചിൽ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്പർ 5 ബാറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓൾറൗണ്ട് എബിലിറ്റി ടീമിന് ആവശ്യമാണ് വരുന്ന ഭാവിയിലെ മത്സരങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു അവസരം കൊടുത്തത്. അത്ര സ്മൂത്തായിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നില്ല. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ എഡ്ജ് ഫീൽഡറുടെ കൈകളിലേക്ക് എത്താതെയൊക്കെ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷേ പിന്നീട് 2 സിക്സറുകളൊക്കെ അടിച്ചു. അദ്ദേഹം മുന്നോട്ട് പോയി. ഒടുവിൽ 54 പന്തിൽ നിന്ന് 43 റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി. ജുറൽ കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള ഇന്നിങ്സാണ് കളിച്ചത്. കഴിഞ്ഞ ടെസ്റ്റിൽ എങ്ങനെയാണോ കളിച്ചത് ഏതാണ്ട് അതേപോലെ തന്നെ മികച്ച രൂപത്തിൽ ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്തി. ലെങ്ത് അദ്ദേഹം നല്ല രൂപത്തിൽ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു പോയി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴുന്ന ഘട്ടത്തിലാണ് ടീം ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴേക്കും ഗില്ല് അതിമനോഹരമായിട്ട് തൻ്റെ സെഞ്ചുറിയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 518 എന്ന രൂപത്തിൽ നമ്മുടെ ടീം ഡിക്ലെയർ ചെയ്തു. ഇപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്ത് അവർക്ക് നല്ലൊരു സ്റ്റാർട്ട് അത്യാവശ്യമായിരുന്നു. ക്യാമ്പലും ടെഗ്നറയും ചന്ദ്രബോളും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് കഴിഞ്ഞ 40 ഇന്നിങ്സുകളിൽ നിന്ന് 20 റൺസാണ് അവരുടെ ഓപ്പണർമാരുടെ ആവറേജ്. അപ്പോൾ ഈ കളിയിലും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. ജോൺ ക്യാമ്പലും ടെഗ്നറയും ചന്ദ്രബോളും പേസിനെതിരെ കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ ഒരു വിക്കറ്റ് ജഡേജയുടെ പന്തിൽ സംഭവിക്കുന്നത്. ജഡേജ വന്ന സമയത്തൊരു പാഡിൽ സ്വീപ്പിലൂടെ ക്യാമ്പൽ ബൗണ്ടറിയൊക്കെ നേടിക്കൊണ്ടാണ് സ്വീകരിച്ചതെങ്കിലും അടുത്ത സ്വീപ്പ് അത് ബാറ്റിൽ നന്നായിട്ട് കൊണ്ടു. എന്നാൽ ഷോർട്ട് ലെഗിലുള്ള സായി സുദർശൻ്റെ ദേഹത്ത് കൊള്ളുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ ഉരുങ്ങുന്നു. സ്പെക്ടാക്കുലർ ക്യാച്ച്, സ്റ്റണ്ണിങ് ക്യാച്ച് എന്നൊക്കെ പലരും വിലയിരുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ക്യാച്ച് കണ്ടപ്പോൾ തന്നെ തോന്നിയത് അദ്ദേഹം രക്ഷപ്പെട്ടു ഒരു പവർഫുൾ ഷോട്ടിൽ നിന്ന് എന്നുള്ളതാണ്. അദ്ദേഹം ആ ഒരു ക്യാച്ച് നിങ്ങൾ വീണ്ടും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബോൾ കൃത്യമായിട്ട് അങ്ങനെ ഷോട്ടിലേക്ക് നിൽക്കാൻ പറ്റുമോ, അല്ലാതെ അവിടെ നിന്ന് ഒരു സ്പെക്ടാക്കുലർ ക്യാച്ച് എടുക്കാനുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു റിഫ്ലക്ഷൻ എത്രത്തോളം വേഗത്തിലാവും എന്നൊക്കെ അനുസരിച്ചായിരിക്കും. ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ കുരുങ്ങി നിന്നതാണ്. ഏതായാലും പിന്നീട് അദ്ദേഹം കളിക്കളത്തിന് പുറത്ത് പോവുകയും ചെയ്തു. ഏതായാലും ആ ഒരു ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരർത്ഥത്തിൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ് ജോൺ ക്യാമ്പൽ മടങ്ങിപ്പോയത് എന്ന് പറയേണ്ടി വരും. പിന്നെ ചന്ദ്രബോളും അധിനേസും ചേർന്നുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെ ഒരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ചന്ദ്രബോൾ ഒടുവിൽ ജഡേജയുടെ ഒരു ക്വിക്ക് ഡെലിവറിയിൽ ബീറ്റണായി പോയി. അദ്ദേഹം പുറത്താകുന്നു. അധിനേസ് കുൽദീപ് യാദവിൻ്റെ ഫസ്റ്റ് ബോൾ, ന്യൂ സ്പെല്ലിലെ ഫസ്റ്റ് ബോൾ, അത് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. സ്ട്രൈറ്റ് ടു മിഡ് വിക്കറ്റിലേക്ക് അടിപോയി. ആ ഒരു വിക്കറ്റ് തീർച്ചയായിട്ടും അവർക്ക് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. ക്യാപ്റ്റൻ റോസ്റ്റൻ ചേസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ജഡേജയുടെ പന്തിൽ ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നേരെ ജഡേജയുടെ കയ്യിലേക്ക് തന്നെ ആ ബോൾ പോവുകയും ചെയ്തു. അപ്പം അവരുടെ ഇതിഹാസ താരങ്ങൾ ആ ഒരു ഘട്ടത്തിൽ അത് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ജസ്റ്റർ കാണിക്കുന്ന നമ്മൾ കണ്ടു. ലാറയും അതുപോലെ തന്നെ വിവർ റിച്ചാർഡ്സും ഒക്കെ. ഏതായാലും അദ്ദേഹം ഫ്ലിക്ക് ചെയ്തത് തെറ്റിപ്പോയി. ബോൾ നേരെ അത് ജഡേജ തന്നെ ക്യാച്ച് എടുത്ത് പുറത്താക്കിയിരുന്നു. ഷായ് ഹോപ്പും ടെവിൻ ഇംലാച്ചും ചേർന്നുകൊണ്ട് പിന്നീട് വിക്കറ്റുകൾ വീഴാതെ അവരുടെ ഇന്നിങ്സ് ഇന്നത്തെ കളി പൂർത്തിയാക്കി 144. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർ കഴിഞ്ഞ കളിയേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ട്, അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും അവർക്കൊരു മലയാണ് കയറാനുള്ളത്. 378 റൺസിൻ്റെ ഒരു കടം അവർക്ക് ആദ്യ ഇന്നിങ്സിലുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല, മറിച്ച് ഫോളോ ഓൺ ഒഴിവാക്കുന്നതിനെ കുറിച്ചായിരിക്കും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇനിയൊരു 179 റൺസ് കൂടി ആഡ് ചെയ്യണം, അത് ഒഴിവായി കിട്ടാൻ. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും നാളെ അവർ നടത്താൻ പോകുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈവൺ അവരൊരു 200 റണ്ണിന് ഓൾ ഔട്ട് ആയ പോലും അത്ഭുതപ്പെട്ടിട്ടില്ല. ഒരു 200-നോ 250-നോ അവർ ഓൾ ഔട്ട് ആവാനുള്ള നല്ല സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിൻഡീസ് ടീമിന് അവരുടെ ഏറ്റവും നല്ലൊരു എഫേർട്ട് ഇട്ട് കളിച്ചാൽ പോലും, ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ പോലും ഈ കളി തോൽവിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. നാളെ ഇപ്പോൾ അവരെങ്ങനെ പോയാലും ഒരു 200, 250 ഓൾ ഔട്ട് അല്ലെങ്കിൽ 300 ഓൾ ഔട്ട് ആവും എന്ന് വെച്ചോ, എന്നാൽ പോലും അവരെ വേണമെങ്കിൽ ഫോളോ ഓൺ ചെയ്യിക്കാം. ഇന്ത്യക്ക് അവരെ ഓൾ ഔട്ട് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യാം, കളി പിടിക്കാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ ഒരു 250-ഓ 300-ലേക്കൊക്കെ അവർ പോവുകയാണെങ്കിൽ ഫോളോ ഓൺ എന്നാലും ചെയ്യിക്കാം എന്നിരുന്നാൽ പോലും ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബൗളേഴ്സിന് ഒരല്പം വിശ്രമമൊക്കെ കൊടുക്കാൻ വേണ്ടി അത്തരം തീരുമാനവും എടുത്തേക്കാം. ഏതായാലും നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. അതനുസരിച്ചായിരിക്കും ടെസ്റ്റ് എത്ര ദിവസം നീളും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഏതായാലും നമ്മൾ രണ്ട് ടീമിൻ്റെയും സ്കോർ കാർഡ് ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഇന്ത്യയുടെ ഇന്നിങ്സിൽ
KL രാഹുൽ 38 റൺസുമായിട്ട് ഇന്നലെ ഔട്ടായിരുന്നു. സായ് സുദർശൻ 87 റൺസുമായിട്ട് ഇന്നലെ ഔട്ടായിരുന്നു. ഇന്ന് തുടക്കത്തിൽ തന്നെ ജയ്സ്വാൾ റൺഔട്ടായി. 175 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ശുഭൻ ഗിൽ 129 റൺസുമായിട്ട് പുറത്താ നിന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 43 റൺസും ധ്രുവ് ജുറൽ 44 റൺസും അടിച്ചു. നമ്മൾ 518-ന് 5 എന്ന നിലയിൽ രണ്ടാം സെഷൻ്റെ ഏതാണ്ട് പകുതിയൊക്കെ ആയ ഘട്ടത്തിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ആകെ 134.2 ഓവറുകളാണ് നമ്മുടെ ടീം ബാറ്റ് ചെയ്തത്. 3.85 റൺ റേറ്റിൽ നമ്മൾ സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗത്ത് അവരുടെ പേസർമാർ വിക്കറ്റ്ലെസ് ആവുന്ന കാഴ്ച. ഒടുവിൽ ജോമൽ വെളിക്കാൻ 3 വിക്കറ്റ് എടുത്തു. അതേസമയം റോസ്റ്റൻ ചേസ് 1 വിക്കറ്റും എടുത്തു. അതാണ് അവരുടെ ബൗളേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഇനി അവരുടെ ബാറ്റർമാരുടെ കാര്യത്തിൽ ജോൺ ക്യാമ്പൽ, നമ്മൾ പറഞ്ഞല്ലോ സായ് സുദർശൻ എങ്ങനെയാണ് ക്യാച്ച് എടുത്തതെന്ന്, 10 റൺസുമായിട്ട് ജഡേജയുടെ പന്തിൽ പുറത്തായി. ടെഗ്നറേൻ ചന്ദ്രബോൾ ജഡേജയുടെ പന്തിൽ രാഹുൽ ക്യാച്ച് എടുത്ത് പുറത്തായി. 34 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. അലി കദനൈസ് 41 റൺസുമായിട്ട് കുൽദീപിൻ്റെ പന്തിൽ ജഡേജ പിടിച്ച് പുറത്തായി. ഷായ് ഹോപ്പ് 46 പന്തിൽ 31 റൺസുമായിട്ട് ക്രീസിലുണ്ട്. റോസ്റ്റൻ ചേസ് ഡെക്കായിട്ട് പോയി. CNB ജഡേജ. ദെൻ ട്വൽവിൻ ഇംലാച്ച് 14 റൺസുമായിട്ട് ക്രീസിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ വിൻഡീസിൻ്റെ ഒരു അവസ്ഥ. ഒരു 144 നിലയിലാണ്. നമ്മുടെ ബൗളിങ്ങിൽ നമ്മുടെ പേസർമാർക്ക് വിക്കറ്റ് ഇല്ല. പക്ഷേ രവീന്ദ്ര ജഡേജ മനോഹരമായിട്ട് ബൗൾ ചെയ്തു. 14 ഓവറിൽ 30 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് 12 ഓവറിൽ 45 റൺസിന് 1 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട്. സോ കളി നമ്മുടെ കയ്യിലാണ്. വെസ്റ്റ് ഇൻഡീസ് ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ പോലും ഈ കളി രക്ഷിച്ചെടുക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.